എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളുന്ന നല്ല കർത്താവിനെ സ്നേഹത്തോടെ ഗാനം ആലപിച്ച് നമുക്ക് സ്വീകരിക്കാം. മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കാം. ദയവായി എല്ലാവരും തന്നെ നിൽക്കുക. സ്നേഹനാഥ ചേർന്ന് പാടാം. ഹൃദയം തേടിടും സ്നേഹമേ നീ, യേശുനാഥ സ്നേഹനാഥ നീൻ കാണനാഥൻ, നീൻ സ്നേഹരാജൻ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിന്നിലെല്ലാമേ ജീവനും സ്നേഹവും വേണ്ട പോകരുതേ, നാഥാ നിൽക്കണമേ. ഇതാ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് മഹത്വത്തിൻ്റെ രാജാവ്, പരമപരിശുദ്ധനായവൻ ഇതാ മഹത്വത്തോടെ കടന്നു വന്നിരിക്കുക. ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആരാധന 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 ആരാധന. ചെറിയവരും വലിയവരും വിളിക്കട്ടെ, സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ മടങ്ങരുതേ. ഈ രാത്രി കൃപയുടെ രാത്രിയാക്കി മാറ്റി തരണമേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി എന്നെ തന്നെ പരിപൂർണമായി, എന്നെ മുഴുവനായി ഏൽപ്പിച്ചു തരികയാണ്. കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് വേണ്ട പോകരുതേ, നാഥാ നിൽക്കണമേ. സ്നേഹത്തോടെ ഹൃദയം സമർപ്പിച്ച്, ജീവിതം സമർപ്പിച്ച് സ്നേഹത്തോടെ നാം പ്രാർത്ഥിക്കാം. വേണ്ട പോകരുതേ, നാഥാ നിൽക്കണം, നാഥാ നിൽക്കണമേ. കരമുയർത്തി കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. തീർത്തു കൊള്ളാം നല്ലൊരു പൂമണ്ഡപം, സ്നേഹനാഥ
എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സീറ്റുകളിലായിരുന്നു കൊണ്ട് നാം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹമുള്ളവരെ, മഹത്വത്തിൻ്റെ രാജാവ്, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവൻ, ഇതാ നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നിൻ്റെ കുടുംബ സാഹചര്യങ്ങളിലേക്ക്, നീ ഇരിക്കുന്ന ഈ റൂമിലേക്ക്, ഈ സമൂഹത്തിലേക്ക് ഇതാ അവൻ മഹത്വത്തോടെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ വന്നത് നിന്നെ മാറോടണയ്ക്കാനാണ്. അവൻ വന്നത് നിന്നെ സൗഖ്യപ്പെടുത്താനാണ്. അവൻ വന്നിരിക്കുന്നത് നിൻ്റെ ജീവിതത്തെ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ വീണ്ടും പണിതുയർത്താൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, അവൻ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ. സ്നേഹത്തോടെ കുടുംബം ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച്, വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും സ്നേഹത്തോടെ അവൻ്റെ തൃപ്പാദത്തെങ്കിൽ ഒന്ന് അടിയറ വെക്കുക. ഈ രാത്രി, ഈ ആരാധന നിമിഷം അത്ഭുതകരമായ ദൈവിക വിടുതലുകളും അത്ഭുതകരമായ സൗഖ്യങ്ങളും അത്ഭുതകരമായി വഴി തുറക്കുന്ന ദൈവ പരിപാലനയുടെ പുതിയ പാതകളും ഈ രാത്രിയിൽ അവിടുന്ന് നിനക്കായി തുറക്കാൻ തിരുമനസ്സായിരിക്കുന്നു. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിക്കാമോ? യാബോക്ക് നദിക്കരയിൽ വെച്ച് യാക്കോബ് ഇങ്ങനെ പറഞ്ഞില്ലേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കാതെ പറഞ്ഞയക്കരുതേ, എന്നെ അനുഗ്രഹിക്കാതെ അങ്ങേ ഞാൻ വിടുകയില്ല. ഹൃദയപൂർവ്വം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ ചേർത്ത് വെക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നലകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നടത്തിയ പരിപാലനയുടെ വർഷങ്ങളും ദിനങ്ങളിലൂടെയും നാം കടന്നുപോയത് നന്ദിയോടുകൂടെ ഈ സമയങ്ങളൊന്ന് ഓർത്തെടുത്തേ. അനേകം നൈറ്റ് വിജയ രാത്രികളിൽ നിന്റെ കണ്ണുനീരപ്പാൻ, നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ, തകർന്ന നിന്റെ ജീവിതത്തെ പടുത്തുയർത്താൻ ഈ കർത്താവ് ഇറങ്ങി വന്നില്ലേ? അവൻ ഉന്നതനാണ്, അവൻ സർവശക്തനാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി പറയാം. ഈ രാത്രിയിൽ, ഇന്നലകളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ നന്ദിയോടെ ഓർക്കാം. കുടുംബപരമായി, വ്യക്തിപരമായി, നിൻ്റെ കുഞ്ഞുങ്ങൾക്കായി അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് നന്ദിയുടെ ആരാധനയായി അല്പസമയം കുടുംബം ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഇന്നലകളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് നിന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ബിസിനസ്സിൽ ദൈവം ഇറങ്ങി വന്ന നന്മകളുടെയും ആഴ്ചകൾ, ദിനങ്ങളെയും ഓർത്തുകൊണ്ട് ഇരു കരങ്ങളെയും ഉയർത്തി ഒന്ന് കർത്താവിനെ വിളിക്കാമോ? നന്ദിയോടെ യേശുവിനെ ഒന്ന് സ്തുതിക്കാമോ? യേശുവേ, യേശുവേ, ആരാധന, മഹത്വം മുഴുവനും അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, സ്തോത്രം അങ്ങേക്ക്. നല്ലവനായ കർത്താവേ, നല്ലവനായ കർത്താവേ, നന്ദിയോടെ ആരാധിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. Thank you, Jesus. Thank you, Jesus. Hallelujah, 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 hallelujah. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. നന്ദിയുള്ള ഹൃദയത്തോടെ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല.
അത്യുന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ആരാധന പാടി ആരാധിക്കാം. ആരാധന ജീവിതം സമർപ്പിച്ച് ആരാധന 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 നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഇരുകരങ്ങളും ഉയർത്തി ആരാധന 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 രണ്ട് കരങ്ങളും ഉയർത്തി ഇന്നോളം ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ചൊരിഞ്ഞ നന്മ പ്രവർത്തികളെ ഓർത്ത്, കൃപയുടെ വഴികളെ ഓർത്ത്, അനുഗ്രഹിച്ചും മാനിച്ചും ഉയർത്തിയതെ ഓർത്ത് യേശുവേ എന്ന് വിളിക്കാം. എല്ലാവരും നന്ദി പറഞ്ഞ് ആരാധിക്കട്ടെ. ചെറിയവരും വലിയവരും ആരാധിക്കട്ടെ. ഓ പരിപാലനയുടെ വഴികൾ, നന്ദിയുടെ നിമിഷങ്ങൾ. ആരാധന 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 ഒരിക്കൽ കൂടി ആരാധന പാടി പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായവൻ. ആരാധന ആരാധന കരങ്ങൾ ഉയർത്തി ആരാധന ജീവിതം സമർപ്പിച്ച് ആരാധന 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 നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഇരുകരങ്ങളും ഉയർത്തി ആരാധന ചെറിയവരും വലിയവരും ആരാധന 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 ആരാധന
യേശുവേ. ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം അവൻ ചെയ്തെടുത്ത വലിയ കാര്യങ്ങൾക്ക് നന്ദിയും മഹത്വവും ആരാധനകളും നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട, നന്ദി പറഞ്ഞ് ആരാധിക്കുമ്പോൾ അതിശയകരമായ കൃപയും വിടുതലുകളും നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബ സാഹചര്യത്തിലും സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടും. അതേ ഈ സമയങ്ങളിൽ ദൈവമായ കർത്താവ് തൻ്റെ സാന്നിധ്യവും തൻ്റെ ശക്തിയും നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലുമെല്ലാം തന്നുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തെ വീണ്ടും സ്നേഹത്തോടെ ഒന്ന് സമർപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 3 സഹോദരികൾ, പ്രിയപ്പെട്ടവരെ, അവർ അതിരാവിലെ യേശുവിൻ്റെ കല്ലറയെ ലക്ഷ്യമാക്കി അവൻ്റെ ശരീരത്തിൽ സുഗന്ധലേപനം നടത്താൻ വേണ്ടി പോകുന്നത് നമ്മൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവർ പോകുമ്പോൾ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ആര് ആ കല്ല് ഉരുട്ടി മാറ്റും? വലിയൊരു പ്രതിസന്ധി അവരുടെ മുമ്പിലുണ്ടായിരുന്നു യേശുവിനെ കാണുന്നതിന്. അവരിങ്ങനെ പരസ്പരം ചിന്തിച്ചു, ആര് നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റും? സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഈ പ്രതിസന്ധി പോലെ ഉയർന്നു നിൽക്കുന്ന അനേകം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലായി ആയിരുന്നു കൊണ്ടായിരിക്കാം ഈ ആരാധന നിങ്ങൾ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, ആര് ഈ രോഗമാകുന്ന കല്ല് എന്നിൽ നിന്ന് ഉരുട്ടി മാറ്റും? ഈ കടബാധ്യതയുടെ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന് ചിന്തിക്കുന്നവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. മടുത്ത കുടുംബജീവിതത്തെ ഓർത്ത് ഒരു സ്വസ്ഥതയുമില്ലല്ലോ, സമാധാനമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ടാവാം, ആര് ഈ പ്രതികൂലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും? പ്രിയപ്പെട്ടവരെ, ആ കല്ലിനെക്കുറിച്ച് മർക്കോസ് 16:3 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് വളരെ വലിപ്പമുള്ള കല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ കല്ല് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി ഉരുട്ടി മാറ്റിയെന്ന് ബൈബിളിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഇതാ നിൻ്റെ കുടുംബത്തിലെ അടഞ്ഞ ആ ജീവിതത്തിലെ എല്ലാ കല്ലുകളും, പ്രതികൂലങ്ങളാകുന്ന എല്ലാ കല്ലുകളും ഉരുട്ടി മാറ്റാൻ ദൈവദൂതനല്ല, സർവശക്തനായ കർത്താവ് തന്നെ നിന്റെ കുടുംബത്തിൽ, നിന്റെ സാഹചര്യങ്ങളിൽ, നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. അവൻ ഈ രാത്രി നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി പുതിയ വഴികൾ, പുതിയ വാതിലുകൾ അവൻ നിനക്കായി തുറക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കാമോ? നിന്റെ തകർന്ന ജീവിതത്തെ, നിന്റെ തകർന്ന ബിസിനസ്സിനെ, നിന്റെ തകർന്ന കുടുംബ സാഹചര്യങ്ങളെ വീണ്ടും പണിതുയർത്താൻ, എല്ലാ തടസ്സങ്ങളും മാറ്റാൻ, പുതിയ വഴികൾ തുറക്കാൻ അവൻ സർവശക്തനാണല്ലോ. ഇരു കരങ്ങളെയും ഉയർത്തി ആ ദൈവ പ്രവൃത്തി ഈ രാത്രി നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, എല്ലാ പ്രതികൂലങ്ങളെയും തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തി അവന്റെ നാമത്തെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ രാത്രി അങ്ങയുടെ കരം ചലിക്കട്ടെ. അങ്ങ് ഇറങ്ങി വന്നല്ലോ. ആരാധന, 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 കരങ്ങളടിച്ച് സന്തോഷത്തോടെ യേശുരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശുരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല.
തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. ഇരുകരങ്ങളെ ഉയർത്തിക്കേ, എല്ലാവരും വിളിക്കട്ടെ അവന്റെ നാമത്തെ, സർവശക്തനായവന്റെ നാമത്തെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. രോഗികൾ സൗഖ്യമാകട്ടെ, കടബാധിതകൾ മാറട്ടെ. ആരാധന, ആരാധന, കരങ്ങളടിച്ച് വീണ്ടും അവനോട് ചേർന്ന് നിൽക്കണം. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. കരമുയർത്തി അടിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ആ പുതുവഴി തുറക്കുന്ന ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇതാ കടന്നു വരുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുന്നു, ഭാവബന്ധത്തിലിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കുന്നു. ഇരുകരങ്ങളെയും ഉയർത്തി വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് യേശുവേ, ആരാധന, ആരാധന, ആരാധന. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. ആരാധന, 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 താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും ജോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും ജോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. കരങ്ങളടിച്ച് ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. ഇരുകരങ്ങളെയും ഉയർത്തി യേശുവിനെ ആരാധിക്കുക. ദൈവശക്തി നിറയുന്നു, ദൈവിക വിടുതൽ നിറയുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, കടബാധിതകൾ മാറുന്നു. നമ്മുടെ
ജീവിതത്തെ സ്നേഹത്തോടെ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, 18-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഏറ്റവും വലിയ വിടുതലതാണ്. സ്നേഹത്തോടെ നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറയാം. ദൈവമേ, 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 എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, കുടുംബമായി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ അവനായി സമർപ്പിച്ച, നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധിക്കാം. അവൻ എൻ്റെ ശക്തിയുടെ ഉറവിടമായി തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തലമുറകൾ നമ്മളിലൂടെ അനുഗ്രഹീതരായിത്തീരും. പ്രിയപ്പെട്ടവരെ, 84-ാം സങ്കീർത്തനത്തിൽ വീണ്ടും 5-ാം തിരുവചനത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവമേ, അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ, അങ്ങിൽ ശക്തി കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കവനെ സ്നേഹിച്ച് ആരാധിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാവരും ചേർന്ന് ശക്തിയിൻ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. ആരാധന പാടാം നമുക്ക്. ആരാധന, ആരാധന, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ജീവിതം സമർപ്പിച്ച്. ആരാധന, കരങ്ങൾ ഉയർത്തി. ആരാധന, ആരാധന യേശുവേ. ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന, 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 ആരാധന യേശുവേ. ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന, ആരാധന, ആരാധന യേശുവേ. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാൻ നീ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനീ, ഹൃദയം പൂർണ്ണമായി നൽകുന്ന നാഥനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനെ, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തു നൽകും ഞാനിനെ, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ.